നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാലൻഡിയോർ കൊടുക്കുന്ന തീയതി എന്നതിന്റെ നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വരും. ഇതൊക്കെ ഇന്നലെ ഒഫീഷ്യലായിട്ട് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറത്തു വിടുകയുണ്ടായി. അതായത് നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വരിക 30 അംഗ നോമിനേഷൻ ലിസ്റ്റാണ് സാധാരണ ബാലൻഡിയോറിന് പുറത്തു വിടുക. അത് ഓഗസ്റ്റ് 6-നായിരിക്കും. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം കൊടുക്കുന്നത് സെപ്റ്റംബർ 22-നായിരിക്കുകയും ചെയ്യും. അതൊക്കെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ആരാധകർ സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ ബാലൻഡിയോർ ആർക്കായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടത്തുന്ന ഒരു സമയമാണ്. കാരണം സീസൺ വൈസ് ആണല്ലോ കൊടുക്കുക. ഈ സീസൺ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. എങ്കിലും ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ട്, യുവേഫ നേഷൻസ് ലീഗ് ഉണ്ട്. അതൊക്കെ പരിഗണിക്കും അടുത്ത ബാലൻഡിയോറിന്. അപ്പൊ നിലവിൽ ആർക്കാണ് കൂടുതൽ ബാലൻഡിയോർ സാധ്യത നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗീവ് മീ സ്പോർട്ടിന്റെ ബാലൻഡിയോർ പവർ റാങ്കിങ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവര് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള ബേസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവര് ഗോൾ സ്കോർഡ്, അസിസ്റ്റ്, ക്ലീൻ ഷീറ്റുകള്, അതുപോലെ ട്രോഫീസ് നേടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ബിഗ് മൊമെന്റ്സ് 2024-25 സീസണിലെ ബിഗ് മൊമെന്റ്സിൽ അവർ എങ്ങനെ പെർഫോം ചെയ്തു, ജനറൽ ഫോം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നത്. 20 താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് അവർ പുറത്തുവിടുന്നത്. 20ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് വെർജിൽ വാൻ ഡൈക്കാണ്. ലിവർപൂളിന്റെ വെർജിൽ വാൻ ഡൈക്ക്. 19ാമതാണ് ജബാൽ മുസിയാല. പവർ റാങ്കിങ്ങിൽ 18ാമത് ജൂഡ് ബെല്ലിംഗാം വരുമ്പോൾ 17ാമത് ഡെക്ലാൻ റൈസ് ആണ്. 16ാമത് ബുക്കായോ സാക്ക. 15 മാർക്കസ് തുറാമാണ്. 14 നിക്കുല ബഴല. 13 അലസാൻഡ്രോ ബസ്റ്റോണി. 12 വിറ്റീഞ്ഞ. 11 വിനി ജൂനിയർ. 10 റോബർട്ട് ലെവൻഡോസ്കി. 9 ഹാരി കെയ്ന്. 8 ജിയാൻലുക്കി ഡൊണാറുമ. 7 പെഡ്രി. 6 കിലിയൻ എംബാപ്പെ. 5 മോസല. 4 ലൗറ്ററോ മാർട്ടിനസ്. 3 റാഫീഞ്ഞ. 2 ലമീൻ യമാൽ. 1 ഒസ്മാൻ ഡെംബലെ. ഇതാണ് ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലിസ്റ്റ്. എന്തായാലും ബാഴ്സ താരങ്ങൾക്കും മറ്റുമൊക്കെ ഒരു തിരിച്ചടി എന്നുള്ളത് ക്ലബ്ബ് വേൾഡ് കപ്പ് അവർക്ക് കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിലെ പ്രകടനം കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒസ്മാൻ ഡെംബലെ പോലുള്ളവർക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലും കളിക്കാൻ ബാക്കിയുണ്ട്. ഏതായാലും 1ാം സ്ഥാനത്ത് ഒസ്മാൻ ഡെംബലെ തന്നെയാണ് ഇപ്പോൾ ഗീവ് മീ സ്പോർട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ആളായിട്ട് കണക്കാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ. വീഡിയോസ് ആയിരിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.